വെൽക്കം ബാക്ക്. സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വഴണ്ട് വന്നാൽ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ 3 കൂടി ചേർത്ത് ചതച്ചതാണ് കേട്ടോ. അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സവാള ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ നോർമൽ വെള്ളം ഉണ്ടല്ലോ, പച്ചവെള്ളം, അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അതൊരു 5 എടുത്തിട്ടൊന്ന് ബോയിലും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നടുക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്നാക്സ് റെഡിയാക്കുകയാണെങ്കിൽ എത്രയാണോ സ്നാക്സ് വേണ്ടത് അതിനനുസരിച്ച് മുട്ടയെടുത്ത് ബോയിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കുന്നത് ഈ ഒരു സമൂസയുടെ ഷീറ്റിലാണ് കേട്ടോ. അപ്പോൾ ഒരു സ്നാക്സിന് 2 ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് മൈദയിൽ വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഈ ഒരു മാവ് തേച്ച് കൊടുക്കുക. മൈദയുടെ മാവുണ്ടല്ലോ, അതൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു പ്ലസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എത്രയാണ് ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ നിരത്തിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയുടെ പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു വശം മടക്കി കൊടുക്കുക. ബാക്കിയുള്ള വശത്തെല്ലാം നമുക്ക് ഈ ഒരു മൈദയുടെ മിക്സ് ആക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ബോക്സ് രൂപത്തിലാണ് ഞാൻ ഈ ഒരു സ്നാക്സ് മടക്കിയെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം മടക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയിൽ ഒരു കടായിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഈ മടക്കിയെടുത്തത് കൊണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തെ ഷീറ്റ് കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ആക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇഫ്താർ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പപ്സിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു സ്നാക്സ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പുറമെ ക്രിസ്പി ആണെങ്കിലും ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്സ് ആണിത്. പിന്നെ അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.